Retaining walls. Retaining walls are used to retain earth or other loose materials so that ground surface at different elevations are maintained on either side of the retaining wall. അപ്പം ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എർത്ത് റീറ്റെയിൻ ചെയ്യാൻ, അതായത് സോയിൽ റീറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, സോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലൂസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ റീറ്റെയിൻ ചെയ്യാൻ. അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എലിവേഷൻസിലുള്ള ഗ്രൗണ്ട് സർഫസ് നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് എലിവേഷൻസിലുള്ള ഗ്രൗണ്ട് സർഫസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ഫിഗർ കാണിക്കാം. ഇതിപ്പം ഈ ഒരു സ്ഥലത്തുള്ള, ഓക്കെ, ഈ ഒരു സൈഡിലുള്ള, ഇതിപ്പോ റീറ്റെയിനിങ് വാളാന്ന് കൺസിഡർ ചെയ്തോ. ഈ റീറ്റെയിനിങ് വാളിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള ഗ്രൗണ്ട് ലെവൽ ഈ ഒരു ലെവലിലാണ് വരുന്നത്. അതായത് ബേസിൽ ഒരു H1 ഹൈറ്റ് മാറിയിട്ട്, അതേപോലെ ഇവിടെ ബേസിൽ നിന്ന്, അതായത് ഈ റീറ്റെയിനിങ് വാളിന്റെ ബേസിൽ നിന്ന് ഒരു ക്യാപിറ്റൽ H എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നും കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ലെവലില്, ഓക്കെ, ഈ ഒരു ലെവലിലും ഈ ഒരു ലെവലിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ റീറ്റെയിനിങ് വാൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഇൻ കേസ് ഇവിടെ റീറ്റെയിനിങ് വാൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന പ്രഷർ കാരണം, ഇപ്പം വെള്ളം വരുന്ന സമയത്ത്, ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ പ്രഷർ ഉണ്ടാവും. അപ്പൊ ഹയർ സർഫസിന് ലോവർ സർഫസിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇവിടെ ഈ ഒരു രണ്ട് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള സോയില് ഒരു ലെവലിലായി, അതായത് ഒരു ലെവൽ സർഫസിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ റീറ്റെയിനിങ് വാൾ ഇവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് ആയി വരും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ രണ്ട് ലെവലിൽ, രണ്ട് ഹൈറ്റിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് എലിവേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, retaining walls are used to retain earth or other loose material so that ground surface at different elevations are maintained on either side of the retaining wall. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് റീറ്റെയിനിങ് വാളിന്റെ രണ്ട് സൈഡിലുള്ള, അതായത് ഇപ്പൊ റീറ്റെയിനിങ് വാളിന്റെ ലെഫ്റ്റിലും അതുപോലെ തന്നെ റൈറ്റിലും ഉള്ള എലിവേഷൻസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് റീറ്റെയിനിങ് വാളിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതായത് ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് സോയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ള മെറ്റീരിയൽ മൂവ് ചെയ്തിട്ട് ആ രണ്ട് എലിവേഷനുള്ള ഒരു എലിവേഷനായി മാറാനുള്ള ടെൻഡൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് റീറ്റെയിനിങ് വാൾ ചെയ്യുന്നത്. ഓക്കെ, ദ മെറ്റീരിയൽ വിച്ച് ഈസ് റീറ്റെയിൻഡ് ബൈ ദ റീറ്റെയിനിങ് വാൾ ഈസ് കോൾഡ് ആസ് ബാക്ക് ഫിൽ. അപ്പം ബാക്ക് ഫിൽ എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടന്റ് ആണ്. ബാക്ക് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സോയിൽ മെക്കാനിക്സിൽ, അതായത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഈ റീറ്റെയിൻ ചെയ്യുന്ന ആ മെറ്റീരിയലിനാണ് ബാക്ക് ഫിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം, സോയിൽ ആവാം, അതായത് ഒരു ഹയർ ലെവലിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ആ ഒരു മെറ്റീരിയലിനാണ് നമ്മൾ ബാക്ക് ഫിൽ എന്ന് പറയാം. ഓക്കെ, ആ ബാക്ക് ഫിൽ അങ്ങനെ നമ്മൾ നിർത്തുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കാൻഡിലിവർ റീറ്റെയിനിങ് ഉള്ള ആ ബാക്ക് ഫിൽ ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രഷർ, അല്ലെങ്കിൽ ആ ഇപ്പൊ സോയിലാണ് റീറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ സോയിലിന്റെ അകത്തുനിന്ന് ഒരു പ്രഷർ, സോയിൽ പ്രഷർ ഇതിലേക്ക് എക്സേർട്ട് ചെയ്യും റീറ്റെയിനിങ് വാളിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ഇപ്പം ആ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം അതുപോലെ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത്, ഒന്ന് റീറ്റെയിനിങ് വാൾ മൂവ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം സ്ലൈഡ് ചെയ്ത് പോകാൻ, ഇപ്പൊ പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യാണ്. ഓക്കെ, സോയിൽ ഇവിടെ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ സോയിലിന്റെ അകത്തുനിന്ന് പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത്, ഒന്ന് ഇത് സ്ലൈഡ് ചെയ്ത് പോവാൻ, അതായത് ഇപ്പൊ ഈ സോയിൽ പ്രഷർ ഇവിടെയാണുള്ളത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ പ്രഷർ ആക്ട് ചെയ്തത് കാരണം. ഒന്നത്. രണ്ടാമത്തത് ഓവർ ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് ഇവിടെ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതില് മൊത്തത്തില് മറിഞ്ഞു പോരാനുള്ള, അതായത് ഇപ്പൊ പ്രഷർ ഇങ്ങനെയാണല്ലോ ആക്ട് ചെയ്യുന്നത്, അപ്പൊ ഇതുപോലെ റൊട്ടേറ്റ് ആയി വരാനുള്ള, അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങാനുള്ള, ഓവർ ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ ഒരു സോയിൽ പ്രഷർ കാരണം. ഓക്കെ, പിന്നെയുള്ളത് മൂന്നാമത്തത്, ഇപ്പം രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള, ഒന്ന് ഓവർ ടേൺ ചെയ്യാനുള്ളത്,
ഒന്ന് ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പോർഷൻ ആണ് ഈ സോയിലിനെ ഫുൾ ഇവിടെ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഫിഗർ പ്രകാരം ഇതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റീറ്റെയിനിങ് വോൾ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എൻഡിൽ അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോർമലി ബീമിൽ അല്ലെങ്കിൽ സ്ലാബിലുള്ള പോലെ തന്നെ ഇവിടെ ബെൻഡിങ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പൊ 3 രീതിയിലുള്ള ഈ ലാറ്ററൽ ഫോഴ്സ് കാരണമുള്ള എഫക്ട്സിനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഒന്ന്, ഇത് സ്ലൈഡ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്കെ, അതായത് ഇവിടെ സോയിൽ ഉണ്ടാവും, സോയിലിന്റെ മേലെയാണല്ലോ ഇത് വെക്കുന്നത്. അപ്പൊ സോയിലും ഈ ഒരു സർഫസും സ്ലൈഡ് ചെയ്ത് ഈ ഫോഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ സ്ലൈഡ് ചെയ്ത് പോകാൻ പാടില്ല. പിന്നൊന്ന്, ഇത് ഓവർ ടേൺ ചെയ്ത് പോവാൻ, അതായത് മറിഞ്ഞു പോകാൻ പാടില്ല ഈ വെയിറ്റ് വരുന്നത് കാരണം. ഓക്കെ, ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ മറിഞ്ഞു പോരാൻ ഈ സൈഡ് ഡയറക്ഷനിലോ ഇങ്ങനെ ഓവർ ടേൺ ചെയ്ത് പോകാൻ പാടില്ല. ആ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബെൻഡ് ചെയ്യാനും, അതായത് ബെൻഡിങ്ങിന്റെ എഫക്ട് ഒരു ലിമിറ്റിൽ കൂടാനും പാടില്ല. ഓക്കെ, ഈ ക്രൈറ്റീരിയസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, the backfill exerts a push or lateral pressure on the retaining wall which tries to overturn, അതായത് മറിഞ്ഞു വരാൻ, ഓക്കെ, തലകുത്തനെ വരാനുള്ള ഒരു ടെൻഡൻസി ആണ്. അപ്പൊ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് വരുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഓവർടേൺ ചെയ്യാതെ നിന്നോളും. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓവർടേൺ ആവാനുള്ള കപ്പാസിറ്റി, ഓവർടേൺ ആവാതിരിക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു പർട്ടിക്കുലർ റീറ്റെയിനിങ് വാളിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബെൻഡിങ്ങിന്റെ കേസ് ഞാൻ പറഞ്ഞു, ആ ഒരു പോർഷൻ നമുക്ക് കാൻഡിലീവർ പോലെ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഒരു നോർമലി ഒരു സ്ലാബിലുള്ള പോലെ തന്നെ അവിടെ ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടാവും ഈ ബാക്ക് ഫില്ല് കാരണം. അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതായത് സോയിൽ സർഫസിലൂടെ ഈ ഒരു പർട്ടിക്കുലർ റീറ്റെയിനിങ് വാൾ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനെ ആ സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും നമ്മൾ റീറ്റെയിനിങ് വാൾസിന്റെ അകത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് 2 എലിവേഷൻസിന് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഒന്നെങ്കിൽ സോയിൽ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആവാം. 2 എലിവേഷൻസിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റീറ്റെയിനിങ് വാൾ. നമ്മൾ ആ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്ന മെറ്റീരിയലിന് പറയുന്ന പേരാണ് ബാക്ക് ഫിൽ എന്നുള്ളത്. അപ്പൊ ഈ ബാക്ക് ഫിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് വാളിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ കാരണം എന്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അത് ഓവർടേൺ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്, അതിലുള്ള ആ റീറ്റെയിനിങ് വാളിന്റെ കമ്പോണൻസ് ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, the sloping backfill is called as inclined surcharge. The term surcharge means the backfill above the level of top of the wall. അപ്പം സ്ലോപ്പിംഗ് ബാക്ക്ഫില്ലിനെ നമ്മൾ ഇൻക്ലൈൻഡ് സർചാർജ് എന്ന് പറയാം. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻക്ലൈൻഡ് സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ലെവലിന് ഈ റീറ്റെയിനിങ് വാളിന്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് ഒരു ഗ്രൗണ്ട് ലെവൽ വരുന്നത് അല്ലെ. ഇൻ കേസ് ഇപ്പം ഇവിടെ ഈ ഒരു ലെവലിനേക്കാളും കുറച്ചും കൂടി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇവിടെ സോയിലിന്റെ അല്ലെങ്കിൽ ഇവിടെ റീറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽ ഉള്ളതെങ്കിൽ, അതായത് ഇതിപ്പം ഈ റീറ്റെയിനിങ് വാളിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന രീതിയിലാണ് ഇവിടെയുള്ള സോയിലിന്റെ ഗ്രൗണ്ട് ലെവൽ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലെ ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ഇൻ കേസ് ഇവിടെ ഈ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്ന കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഈ റീറ്റെയിനിങ് വാളിന്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ വരുന്ന രീതിയിൽ ഇവിടെ ഈ ബാക്ക് ഫിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വരുന്ന മെറ്റീരിയൽ ഇതിനേക്കാളും കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സർചാർജ് എന്നാണ് പറയാം. ഓക്കെ, the sloping backfill is called as inclined surcharge. The term surcharge means backfill above the level of top of the wall. അപ്പൊ സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക്ഫിൽ above the level of the top of the wall, അതായത് വാളിന്റെ മേലോട്ടേക്ക് ഇപ്പം ബാക്ക്ഫിൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് സർചാർജ്. ഇപ്പൊ സ്ലോപ്ഡ് ആയിട്ട് ആണ് ആ സർചാർജ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് സ്ലോപ്പിംഗ് ബാക്ക്ഫിൽ എന്നാണ് പറയുന്നത്. These walls are commonly constructed in following cases. ഏതൊക്കെ കേസിലാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഒന്ന്, ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ബേസ്മെന്റ്സ്. ഇപ്പം ബേസ്മെന്റ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെ, അപ്പം മണ്ണ് തള്ളി അകത്തേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇപ്പം ഒരു ഫ്ലോറിന്റെ, അതായത് ഗ്രൗണ്ട് ലെവലിന് താഴോട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സോയില് പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് ആ കൺസ്ട്രക്ട് ചെയ്യുന്ന പോർഷനിലേക്ക് തള്ളി വരാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ അവിടെ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യണം. മണ്ണ് ഇങ്ങോട്ടേക്ക് തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ,
പ്രത്യേകിച്ച് നമ്മൾ ഈ പാർക്കിംഗ് ഒക്കെ അണ്ടർഗ്രൗണ്ടിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ സൈഡിലുള്ള സോയില് പുഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആസ് വിങ് വാൾ ഓർ അബട്ട്മെന്റ് ഇൻ ദ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. അപ്പം ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ വിങ് വാൾ അല്ലെങ്കിൽ അബട്ട്മെന്റ് ആയിട്ട്. ഓക്കെ, ഇപ്പം ബ്രിഡ്ജസിൽ വിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് വിങ് വാൾ എന്ന് പറയുന്നത്, ഈ ബ്രിഡ്ജ് ഇതാണ്. അപ്പൊ ഈ ഒരു പോർഷനിലുള്ള മണ്ണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീറ്റെയിൻ ചെയ്യേണ്ട മെറ്റീരിയൽ ഈ ഒരു റിവറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിങ് വാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിങ് വാൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റീറ്റെയിനിങ് വാൾ ആയിട്ടാണ്. ഓക്കെ, ഇതിനെ ഈ ഒരു സൈഡിൽ വരുന്നതിനെ റീറ്റെയിൻ ചെയ്യാനും അതുപോലെ ഈ ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം വിങ് വാൾസ് ആസ് വിങ് വാൾ ഓർ അബട്ട്മെന്റ് ഇൻ ദ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എംബാക്ക്മെന്റ്സ്. എംബാക്ക്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുഴയുടെയൊക്കെ സൈഡിലൂടെ കെട്ടി വരുന്നതാണ്. അതായത് ഈ കരയിലുള്ള മണ്ണ് പുഴയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി സൈഡ് കിട്ടുന്നുണ്ടല്ലോ, അതാണ് എംബാക്ക്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന സോയിൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എംബാക്ക്മെന്റ്സ് ആയിട്ടും അതുപോലെ വിങ് വാൾസ് ഒക്കെ ആയിട്ടും അതുപോലെ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ നമ്മൾ റീറ്റെയിനിങ് വാൾ യൂസ് ചെയ്യും. ഓക്കെ, ദീസ് വാൾസ് ആർ കോമൺലി കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഒന്ന്, ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ബേസ്മെന്റ്സ് ആസ് വിങ് വാൾ ഓർ അബട്ട്മെന്റ് ഇൻ ദ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എംബാക്ക്മെന്റ്. ഓക്കെ, ഇതാണ് റീറ്റെയിനിങ് വാളിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങള്, ഇൻട്രൊഡക്ഷൻ. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോർഷനിൽ ഈ മണ്ണ് ഇങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാണാം, ഇതൊരു റീറ്റെയിനിങ് വാൾ ആണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് സൈഡിലുള്ള മണ്ണ് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു പോർഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റീറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു മണ്ണ് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടുള്ള റീറ്റെയിനിങ് വാൾ ആണ്. ഓക്കെ, ഇവിടെ വേറൊരു ടൈപ്പ് റീറ്റെയിനിങ് വാൾ കാണാം. ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു സോയിലും കാര്യങ്ങൾ ഇപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് റീറ്റെയിനിങ് വാളിന്റെ ഫങ്ഷൻസും റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞാലൊക്കെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് രണ്ട് എലിവേഷൻസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ റീറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലിന് പറയുന്നത് ബാക്ക് ഫിൽ എന്നാണ്. അപ്പൊ ഈ ബാക്ക് ഫിൽ എന്താ ചെയ്യുന്നത്, ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ലാറ്ററൽ പ്രഷർ ഈ റീറ്റെയിനിങ് വാളിലേക്ക് കൊടുക്കും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിപ്പോ റീറ്റെയിൻ ചെയ്യുന്ന ആ ബാക്ക് ഫിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണുള്ളതെങ്കിൽ, ഓക്കെ, അതായത് ആ ലെവലിന്റെ മേലോട്ടേക്ക്, അതായത് ആ വാളിന്റെ ടോപ്പ് ലെവലിന് മേലോട്ടേക്ക് സോയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുക സർചാർജ് എന്നാണ്. അത് ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിൽ അതിനെ, അല്ലെങ്കിൽ സ്ലോപ്ഡ് ആയിട്ടാണുള്ളെങ്കിൽ അതിന് ഇൻക്ലൈൻഡ് സർചാർജ് എന്ന് നമ്മൾ പറയും. അതുപോലെ നമ്മൾ ഈ വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്ന റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ബിൽഡിംഗ് ബേസ്മെന്റ്സിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതുപോലെ വിങ് വാൾ അല്ലെങ്കിൽ അബട്ട്മെന്റ്സ് ആയിട്ട് ബ്രിഡ്ജസിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതുപോലെ എംബാക്ക്മെന്റ്സ് ആയിട്ട് ഇപ്പൊ പുഴയിലേക്കോ ഇപ്പൊ കനാലിന്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ എംബാക്ക്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്, ആ മണ്ണ് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ. അതിൽ ഫസ്റ്റ് വൺ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ, സെക്കൻഡ് വൺ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ, തേർഡ് വൺ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആൻഡ് ഫോർത്ത് വൺ ബട്ട്രസ് റീറ്റെയിനിങ് വാൾ. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് മെയിൻ ആയിട്ട് ഡിസൈൻ പഠിക്കാനായിട്ടുള്ളത് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ ആണ്. എന്നാൽ അതിന്റെ തിയറി കാര്യങ്ങൾ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിന് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നത് കാൻഡിലിവർ റീറ്റെയിനിങ് വാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും 100% പ്രോബ്ലം ഉണ്ടാവുക. അപ്പം അതിൽ നമ്മൾ ഡിസൈൻ പഠിക്കും കാൻഡിലിവർ റീറ്റെയിനിങ് വാളിന്റെ. അതുപോലെ തന്നെ കൗണ്ടർ ഫോർട്ടിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് കാര്യങ്ങളൊക്കെ നോക്കും. ഇനി നമുക്ക് ഇതിലൊക്കെ വരുന്ന വ്യത്യാസം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ റീറ്റെയിനിങ് വാൾ എങ്ങനെയാണ്, അതിൽ വരുന്ന വ്യത്യാസം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ. A gravity retaining wall is that retaining wall in which the weight of the retaining wall provides stability against the pressure exerted by the backfill. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതിന്റെ കേസ് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഇപ്പം ബാക്ക്ഫിൽ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെ, അതിനെ അവിടെ റീറ്റെയിൻ ചെയ്യാനാണ് നമ്മളിപ്പം ഈ റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് വരുന്ന പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മള് മെയിൻ എയിം എന്ന് പറയുന്നത് അല്ലെ. ആ പ്രഷർ കാരണം തള്ളി പോവാതിരിക്കാനും ബെൻഡ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിരിക്കും, നല്ല ഹെവി ആയിട്ടുള്ള റീറ്റെയിനിങ് വാൾ ആയിരിക്കും. അത് നമ്മൾ നോർമലി കൺസ്ട്രക്ട് ചെയ്യുക PCC വെച്ചിട്ടും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുക.
അപ്പൊ ഇത് ഈ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ലാറ്ററൽ ആയിട്ട് വരുന്ന സോയിൽ പ്രഷർ ഉണ്ടല്ലോ, അതായത് ബാക്ക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടല്ലോ, അത് ഈ അതിനെ റീറ്റെയിൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഈ റീറ്റെയിനിങ് വാളിന്റെ വെയിറ്റ് കൊണ്ടായിരിക്കും. ഓക്കെ, അതായത് ആ വരുന്ന ലാറ്ററൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള വെയിറ്റ് ഈ റീറ്റെയിനിങ് വാളിൽ ഉണ്ടാവും. ഓക്കെ, അതായത് ഹെവി ആയിട്ടുള്ള സ്റ്റോൺസും ഹെവി ആയിട്ടുള്ള കോൺക്രീറ്റ്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് അതിന്റെ ഓൺ വെയിറ്റ് കൊണ്ട് തന്നെ വേറെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട, ജസ്റ്റ് അതിന്റെ ഓൺ വെയിറ്റ് കൊണ്ട് തന്നെ ആ വരുന്ന ലാറ്ററൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. A gravity retaining wall is that retaining wall in which the weight of the retaining wall provides stability against pressure exerted by the backfill. അപ്പം വെയിറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ ആണ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബെൻഡ് ചെയ്യാതെയും അതുപോലെ സ്ലൈഡ് ചെയ്ത് പോവാതെയും ഓക്കെ, അതുപോലെ ഓവർ ടേൺ ചെയ്യാതെയും ഉള്ള ഒരു സ്റ്റെബിലിറ്റി. അപ്പോൾ ഓവർ ടേൺ ചെയ്താലും ബെൻഡ് ചെയ്താലും മൂവ് ചെയ്താലൊക്കെ അത് സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് അതിനെ എല്ലാ ഈ ലാറ്ററൽ പ്രഷർ കാരണമുള്ള എല്ലാ പ്രോബ്ലത്തിനെയും റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നത് ഈ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഈ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാളിൽ അതിന്റെ ഓൺ വെയിറ്റ് ആണ് ഈ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾസ് ആർ മേഡ് അപ്പ് ഓഫ് മാസീവ് സ്റ്റോൺ മാസൺറി ഓർ പ്ലെയിൻ കോൺക്രീറ്റ്. ഓക്കെ, ആ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ മാസൺറിയും അതുപോലെ പ്ലെയിൻ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബാക്ക്ഫിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫിഗർ ഈ രീതിയിലായിരിക്കും. അതായത് ഹെവി ആയിട്ടുള്ള സ്റ്റോൺസോ അല്ലെങ്കിൽ PCC വെച്ചിട്ടായിരിക്കും ഈ ഒരു പോർഷൻ, അതുപോലെ തന്നെ ഈ ബോട്ടം പോർഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ലാറ്ററൽ ആയിട്ടുള്ള പ്രഷേഴ്സ് വരുമ്പോൾ ഇതിന്റെ ഓൺ വെയിറ്റ് കൊണ്ട് തന്നെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതായത് ഹെവി സ്ട്രക്ചർ ആയിരിക്കും ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ. അപ്പൊ കാൻഡിലിവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ? കാൻഡിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. അതാണ് കാൻഡിലിവർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഈ റീറ്റെയിനിങ് വാളിലും വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റീറ്റെയിനിങ് വാൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ വാൾ കോൾഡ് ആസ് സ്റ്റെം, ഹീൽ സ്ലാബ് ആൻഡ് ടോ സ്ലാബ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പം റീറ്റെയിനിങ് വാൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റീറ്റെയിനിങ് വാൾ ആണ്. ഇതിന് മെയിൻ ആയിട്ട് 3 കമ്പണൻസ് ആണ് ഉള്ളത്. ഓക്കെ, 3 കമ്പണൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാ കമ്പണൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് സ്റ്റെം ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വെർട്ടിക്കൽ പോർഷൻ, അതായത് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് RCC റീറ്റെയിനിങ് വാൾ ആണ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റീറ്റെയിനിങ് വാൾ ആണ്. റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന റീറ്റെയിനിങ് വാൾ ആണ്. അതിന് 3 കമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റെം, ഓക്കെ, അതുപോലെ ഇവിടെ ബോട്ടത്തിൽ വരുന്ന ഹീൽ സ്ലാബ്, ടോ സ്ലാബ്. ഓക്കെ, ഹീൽ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഫില്ല് വരുന്ന പോർഷനിലുള്ള സ്ലാബാണ് ബോട്ടത്തിൽ വരുന്നത്. ഓക്കെ, അത് ഹീൽ സ്ലാബ് ആണ്. ഇവിടെ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ഓക്കെ സ്ലാബ് ആണ് ടോ സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെം, ടോ സ്ലാബ്, ഹീൽ സ്ലാബ് നിങ്ങൾ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ. അപ്പൊ ഹീൽ സ്ലാബ് എന്ന് പറയുന്നത് ബാക്ക് ഫിൽ ഹീൽ സ്ലാബിന്റെ മേലെ ആയിരിക്കും വരിക. റീറ്റെയിനിങ് ചെയ്യുന്ന മെറ്റീരിയൽ ഹീൽ സ്ലാബിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം 3 കമ്പോണന്റ്. സ്റ്റെം എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഈ പാർട്സ് തമ്മിൽ മാറിപ്പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നമ്മൾ ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പൊ സ്റ്റെം, ഹീൽ സ്ലാബ്, ടോ സ്ലാബ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പം ഒരു സ്ലാബായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതൊരു സ്ലാബായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതൊരു സ്ലാബായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഫിഗർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഓക്കെ, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എത്രയോ ലെങ്ത്തിൽ, ഇത്ര മീറ്റർ ലെങ്ത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ലെങ്ത് വൈസ് ഇതിങ്ങനെ ഈ ഒരു ക്രോസ് സെക്ഷൻ ഈ ഒരു T ഷേപ്പ് ആണ്, ഇൻവേർട്ടഡ് T ഷേപ്പ് ആണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, എത്രയോ ലെങ്ത് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഭാഗത്ത് ഫുള്ള് സോയിലായിരിക്കും. ഇത്രയും പോർഷനിലൊക്കെ ഒരു പർട്ടിക്കുലർ ലെങ്ത് വരെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 12 മീറ്റർ 16 മീറ്ററിലൊക്കെ ആ ലെങ്ത്തിലൊക്കെ ഈ സോയിലിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ക്രോസ് സെക്ഷൻ ആണ്, അതിന്റെ അങ്ങോട്ടേക്ക് കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പം ഇതൊരു സ്ലാബ് പോലെയാ, സ്ലാബ് അല്ലെ, സ്ലാബ് ആണ്, ഇതൊരു സ്ലാബ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്ലാബിന്റെ തിക്നെസ് ആണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇതും ഒരു സ്ലാബ് ആണ്.
ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെയും സ്ലാബ് ആണ്, അതും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ടോ ആണ്, ഇത് ഹീലാണ്, ഇത് സ്റ്റെം ആണ്. ഒരു കാലിന്റെ പോലെ തന്നെ ചിന്തിച്ചാൽ മതി. ഹീൽ, ടോ, അതുപോലെ ഇത് സ്റ്റെം, വെർട്ടിക്കലി ഉള്ളത് സ്റ്റെം ആണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പൊ ഈ ഒരു 3 പോർഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ സപ്പോർട്ട്, ഈ ഒരു പോർഷൻ സപ്പോർട്ടാണ്, സപ്പോർട്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് ആണ് അല്ലെ, 1, 2, 3. ഓക്കെ, അതായത് സപ്പോർട്ട് ഇതാണ്, സപ്പോർട്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് ആണ്. അപ്പം സപ്പോർട്ട് ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഫ്രീ എൻഡ്സ് ആയിരിക്കും അല്ലെ. അതായത് 3ഉം ആക്ട് ചെയ്യുന്നത് ഒരു കാൻഡിലിവർ പോലെയാണ്. അതായത് ഇത് ഫ്രീ എൻഡ്, ടോ സ്ലാബിന്റെ ഫ്രീ എൻഡ്, ഇത് ഹീൽ സ്ലാബിന്റെ ഫ്രീ എൻഡ്, ഇത് സ്റ്റെമ്മിന്റെ ഫ്രീ എൻഡ്, സപ്പോർട്ട് ഇത്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു കാൻഡിലിവർ സ്ലാബ് പോലെയാണ് ഇത് 3 ടോ സ്ലാബും ഹീൽ സ്ലാബും അതുപോലെ തന്നെ സ്റ്റെമ്മും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റീറ്റെയിനിങ് വാളിന് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ എന്ന് പേര് വന്നത്. ഓക്കെ, അതായത് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞ് പേര് വരാൻ കാരണം ഈ റീറ്റെയിനിങ് വാളിലെ കമ്പണൻസ് ആയിട്ടുള്ള ടോ സ്ലാബും ഹീൽ സ്ലാബും സ്റ്റെമ്മും ഒക്കെ ഒരു കാൻഡിലിവർ സ്ലാബ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു കമ്പണൻസിലേക്ക് വരുന്ന എഫക്ട് എന്ന് പറയുന്ന ഒരു കാൻഡിലിവർ എഫക്റ്റ് ആണ്. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, it is the most common type of retaining wall which consists of a vertical wall called as stem, heel slab and toe slab as shown in figure. As all the 3 components of this wall act as cantilevers, the wall is called as cantilever retaining wall. അതായത് ഈ 3 കമ്പണൻസും stem, heel slab and toe slab, അതായത് ഹീൽ സ്ലാബിനെയും ടോ സ്ലാബിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ബേസ് സ്ലാബ് എന്നും പറയും കേട്ടോ. അതായത് ഇതിന് രണ്ടിനും കൂടി ഒന്നിച്ച് ബേസ് സ്ലാബ് എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയും പറയാം. 2 കമ്പോണൻസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ആ ബേസ് സ്ലാബിന് ഹീൽ സ്ലാബും ടോ സ്ലാബും എന്ന് പറയാം. ആ ബാക്ക് ഫില്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഹീൽ സ്ലാബ് ആണ്, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ടോ സ്ലാബ് ആണ്. ഓക്കെ, ദ സ്റ്റെം, ഹീൽ ആൻഡ് ടോ ഓൾ റെസിസ്റ്റ് എർത്ത് പ്രഷർ ബൈ ബെൻഡിങ്. അപ്പം സ്റ്റെമ്മും അതുപോലെ തന്നെ ഹീലും ടോയും ഒക്കെ ഈ എർത്ത് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ബെൻഡിങ് മുഖേനയാണ്. നോർമലി ബീമും അതുപോലെ തന്നെ സ്ലാബ് ഒക്കെ ഇപ്പം ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ റെസിസ്റ്റ് ചെയ്യുന്നത്, ഒരു കാൻഡിലിവർ ബീം അല്ലെങ്കിൽ സ്ലാബ് എങ്ങനെയാണോ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഈ ഓരോ കമ്പണൻസും ഈ വരുന്ന എർത്ത് പ്രഷറിനെ അല്ലെങ്കിൽ എർത്ത് പ്രഷർ കാരണം വരുന്ന എഫക്ട്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദീസ് വാൾസ് ക്യാൻ ബി എൽ ഓർ ഇൻവേർട്ടഡ് ടി ഷേപ്പ്. അപ്പം ഈ റീറ്റെയിനിങ് വാൾ ഇതിപ്പം വരച്ചിരിക്കുന്ന ഇൻവേർട്ടഡ് ടി ഷേപ്പാണ്. ടി ഷേപ്പ്, അതായത് ടി തിരിച്ചു വെച്ച പോലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ടി പോലെയാണ് ഈ ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻവേർട്ടഡ് ടി ഷേപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പും ആവാം. ഈ ഒരു രീതിയിലും നമുക്ക് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോ സ്ലാബ് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് ഫിക്സ്ഡ് എൻഡ് ആണ്. ഇവിടെ ഈ ഒരു സ്ലാബ്, അതായത് സ്റ്റെമ്മ് കാൻഡിലിവർ പോലെയും അതുപോലെ ഈ ഒരു ബേസ് സ്ലാബ് അല്ലെങ്കിൽ ഹീൽ സ്ലാബ് കാൻഡിലിവർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എൽ ഷേപ്ഡ് ആയിട്ടുള്ള കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ, ഇൻവേർട്ടഡ് ടി ഷേപ്പിലുള്ള കാൻഡിലിവർ റീറ്റെയിനിങ് വാളും. The cantilever retaining walls are used up to a height of 6 meter. അപ്പോൾ 6 മീറ്റർ വരെയുള്ള അതായത് 6 മീറ്റർ ഹൈറ്റ് വരെയുള്ള ബാക്ക് ഫില്ലിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും ഹൈറ്റുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ സോയിലിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ നോർമലി കാൻഡിലിവർ റീറ്റെയിനിങ് വാൾസ് യൂസ് ചെയ്യുക. അതിനേക്കാളും കൂടുതൽ ഹൈറ്റ് വന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും ടൈപ്പ് റീറ്റെയിനിങ് വാളിലേക്ക് പോകേണ്ടി വരും. നോർമലി കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ അപ് ടു എ ഹൈറ്റ് 6 മീറ്റർ ആണ്. ഇത് ഓർത്തിരിക്കണം, PSCയിലൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അപ് ടു എ ഹൈറ്റ് ഓഫ് 6 മീറ്റർ വരെയാണ് നമ്മൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ടൈപ്പ്, ഇപ്പോൾ കൗണ്ടർ ഫോൾട്ട് റീറ്റെയിനിങ് വാളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് റീറ്റെയിനിങ് വാളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. The weight of the earth on the heel slab and the weight of the retaining wall together provide stability to the wall. അപ്പം എന്താണ് ഇവിടെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്? നമ്മൾ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാളിൽ അതിന്റെ ഓൺ വെയിറ്റ് തന്നെയാണ്, ഫുള്ളായിട്ട് അതിന്റെ എല്ലാ കമ്പോണൻസും, അതായത് അത്രയും വെയിറ്റ് കൂടിയ റീറ്റെയിനിങ് വാൾ ആയിരിക്കും ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ. അതിന്റെ ഓൺ വെയിറ്റിന് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ എന്തൊക്കെയാണ് സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന എർത്തിന്റെ വെയിറ്റ്, സോയിലിന്റെ വെയിറ്റ് വരും, ആൻഡ് ദ വെയിറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ. ഓക്കെ, അതായത് ഇപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാക്ക് ഫില്ല് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഹീൽ സ്ലാബിന്റെ മേലേക്കാണ്. ഓക്കെ, അപ്പം ഇത് ഒരു അഡീഷണൽ ഈ ഒരു റീറ്റെയിനിങ് വാൾ സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാൻ അത് സഹായിക്കും ബാക്ക് ഫില്ല് ഹീൽ സ്ലാബിന്റെ മേലെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാൻ, അല്ലെങ്കിൽ ബെൻഡ് ചെയ്ത് പോവാതിരിക്കാൻ, അല്ലെങ്കിൽ ഓവർടേൺ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന
ഒന്ന് ഈ ബാക്ക് ഫില്ലാണ്. ഈ ബാക്ക് ഫിൽ ഹീൽ സ്ലാബിന്റെ മേലെ വന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്, വെയിറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ. ഈ റീറ്റെയിനിങ് വാളിന്റെ ടോട്ടൽ വെയിറ്റ് ആണ്, അതായത് ഇവിടെയുള്ള ബേസ് സ്ലാബിന്റെയും അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെയും, അതായത് മൊത്തത്തിലുള്ള ആ ഒരു വെയിറ്റും, അതുപോലെ തന്നെ ഈ ബാക്ക് ഫിൽ ഈ ഹീൽ സ്ലാബിൽ വന്ന് അല്ലെങ്കിൽ ബാക്ക് ഫില്ലിൽ നിന്ന് ഹീൽ സ്ലാബിലേക്ക് വരുന്ന വെയിറ്റ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ബെൻഡിങ്ങിനെയും അതുപോലെ തന്നെ സ്ലൈഡിങ്ങിനെയും അതുപോലെ ഓവർ ടേണിങ്ങിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ, അത് കൊടുക്കുന്നത് നമ്മുടെ ഈ ബാക്ക് ഫില്ലിന്റെ വെയിറ്റും അതുപോലെ തന്നെ ഈ റീറ്റെയിനിങ് വാളിന്റെ ഓൺ വെയിറ്റും ആണെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ. കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ, ഈ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ പോലെ തന്നെ സിമിലർ ആണ്. അതായത് ഇതിനും സ്റ്റെമ്മും അതുപോലെ തന്നെ ടോ സ്ലാബും അതുപോലെ ഹീൽ സ്ലാബ് എല്ലാം ഉണ്ട്. വ്യത്യാസം എന്താന്നുള്ളത് പറയാം. വെൻ ദ ബാക്ക് ഫിൽ ഓഫ് ഗ്രേറ്റർ ഹൈറ്റ് ഈസ് ടു ബി റീറ്റെയിൻഡ് and the required height of cantilever retaining wall exceeds 6 meter, then it becomes uneconomical to provide cantilever retaining wall. അപ്പം ബാക്ക് ഫില്ലിന്റെ ഹൈറ്റ് കൂടുതലാവുമ്പോൾ നമുക്ക് അറിയാം കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ, അതായത് റീറ്റെയിൻ ചെയ്യേണ്ട സോയിലിന്റെ ഹൈറ്റ് ഒരു 6 മീറ്റർ വരെയൊക്കെ ആണെങ്കിലേ നമുക്ക് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 6 മീറ്ററിനേക്കാളും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യാം. കാരണം 6 മീറ്ററിന് മേലോട്ട് കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യുന്ന അൺഎക്കണോമിക്കലാണ്. ഓക്കെ, അത് കോസ്റ്റ് വൈസ് എക്കണോമിക്കൽ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ 6 മീറ്ററിൽ കൂടുതലുള്ള സോയിലിന്റെ ഹൈറ്റുള്ള സോയിലിനൊക്കെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ സച്ച് കേസസ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ഈസ് ടു ബി പ്രൊവൈഡഡ്. ഇൻ ദിസ് വാൾ കൗണ്ടർ ഫോർട്ട്സ് ആർ പ്രൊവൈഡഡ് അറ്റ് സം സ്യൂട്ടബിൾ ഇന്റർവൽ അലോങ് ദ ലെങ്ത് ഓഫ് ദ വാൾ ഓൺ ദ ബാക്ക് ഫിൽ സൈഡ് ആസ് സ്റ്റോൺ ഇൻ ഫിഗർ. അപ്പം ഈ ഒരു കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിൽ അഡീഷണൽ ആയിട്ട് ഒരു കമ്പോണന്റും കൂടി വരുന്നുണ്ട്. ആ കമ്പോണന്റിന്റെ പേരാണ് കൗണ്ടർ ഫോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദീസ് വാൾസ് കൗണ്ടർ ഫോർട്ട്സ് ആർ പ്രൊവൈഡഡ് അറ്റ് സം സ്യൂട്ടബിൾ ഇന്റർവെൽ, അതായത് ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടും, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ഒരു 3 മീറ്റർ മാറിയിട്ട് അല്ലെങ്കിൽ ഒരു 3.5 മീറ്റർ മാറിയിട്ട് കൗണ്ടർ ഫോർട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൗണ്ടർ ഫോർട്ട്സ് എന്താണെന്നുള്ളത് കാണിക്കാം, ഫിഗർ കാണിക്കാം. പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഫിൽ സൈഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്ക് ഫിൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന സോയില് വരുന്ന ആ ഒരു പോർഷൻ, ആ ഒരു സൈഡ്, ആ സൈഡിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് കൗണ്ടർ ഫോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഫിഗർ വരിക. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ സ്റ്റെം ഉണ്ട്, അതുപോലെ ബേസ് സ്ലാബ്, അതായത് ഇത് ടോ ഹീൽ. ഓക്കെ, ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാം. ഓക്കെ, അത് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇൻക്ലൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കൗണ്ടർ ഫോർട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അതൊരു പർട്ടിക്കുലർ സ്പേസിംഗിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു 3 മീറ്റർ മാറിയിട്ട് അടുത്ത കൗണ്ടർ ഫോർട്ട്, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു 3 മീറ്റർ മാറിയിട്ട് അടുത്ത കൗണ്ടർ ഫോർട്ട്, അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് ഒരു സ്ലാബ് പോലെ തന്നെ അല്ലെ ആക്ട് ചെയ്യുന്നത്, സ്ലാബ് പോലെ തന്നെയാണ്. എന്നാൽ ഇത് മെയിൻ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പഠിച്ചത് കാൻഡിലിവർ റീറ്റെയിനിങ് വാളില് ബേസ് സ്ലാബ് ആണെങ്കിലും അതായത് ടോ സ്ലാബും അതുപോലെ ഹീൽ സ്ലാബും സ്റ്റെമ്മും കാൻഡിലിവർ ആയിട്ടാണ് അതിന്റെ എഫക്ട്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. കാൻഡിലിവർ സ്ലാബ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിന്റെ ബിഹേവിയർ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗണ്ടർ ഫോർട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ഈ ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്യും. ഓക്കെ, സ്റ്റെമ്മിനെയും ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്യും. അപ്പൊ സ്റ്റെമ്മിനെയും ഹീൽ സ്ലാബിനും, അതായത് ബാക്ക് ഫില്ല് വരുന്നതുകൊണ്ട് ഹീൽ സ്ലാബിനെയും സ്റ്റെമ്മിനെയും തമ്മിൽ കണക്ട് ചെയ്യും. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ സ്ലാബും, അതായത് ഈ ഒരു സ്റ്റെമ്മും അതുപോലെ തന്നെ ഈ ബോട്ടത്തിൽ വരുന്ന ഹീൽ സ്ലാബും ഒരു കണ്ടിന്യൂസ് സ്ലാബ് പോലെയായി മാറും. അതായത് ഈ കൗണ്ടർ ഫോർട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതായത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലാബിന്റെ സപ്പോർട്ടാണിത്. അതായത് ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സൈഡിൽ വരുന്ന സപ്പോർട്ട്, ഇതൊരു സൈഡിൽ വരുന്ന സപ്പോർട്ട്, ഈ ഒരു സ്റ്റെം സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതേപോലെ ബോട്ടത്തിലുള്ള സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്ലാബിന്റെ സപ്പോർട്ട് ഇതാണ്. ഈ ഒരു പോർഷനിലുള്ള സ്ലാബിന്റെ സപ്പോർട്ട് വരുന്നത് ഈ കൗണ്ടർ ഫോർട്സിലേക്കാണ്. ഓക്കെ, അതായത് ഒരു കണ്ടിന്യൂസ് സ്ലാബ് എന്നുള്ള ഒരു എഫക്റ്റിലേക്ക് പോകും. അപ്പോൾ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാൻഡിലിവറിൽ എടുക്കുകയാണെങ്കിൽ വരുന്ന ബെൻഡ് മൊമെന്റ് വാല്യൂവിനെയും ഷിയർ ഫോഴ്സ് വാല്യൂവിനേക്കാളും എത്രയോ കുറവാണ് കൗണ്ടർ ഫോർട്ടിൽ. അതായത് ഇത് കണ്ടിന്യൂസ് സ്ലാബ് പോലെ ആക്ട് ചെയ്യുമ്പോൾ വരുന്ന ബെൻഡ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഒക്കെ.
അപ്പൊ നമ്മൾ നോർമലി കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ എത്രയോ കുറവ് മതി കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിൽ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നോർമലി ഉള്ള കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ തന്നെയാണ് അതിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. അഡീഷണലി ഒരു കൗണ്ടർ ഫോർട്ട് വരും. കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്ത് വരുന്ന ഒരു ബീംസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സ്ലാബ് ആയിട്ടും നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് കൗണ്ടർ ഫോർട്സ് എന്ന് പറയുന്നത്. അത് ബാക്ക് ഫീൽഡിന്റെ സൈഡിലാണ് വരുന്നത്. ഇത് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ഈ ഹീൽ സ്ലാബിനെയും കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ലാബിനും സപ്പോർട്ട്സ് ആയിട്ടാണ് ഈ കൗണ്ടർ ഫോർട്സ് ആക്ട് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇന്റർവെൽസിൽ വരുന്നത് കൊണ്ട്. ഓക്കെ, അപ്പം നോർമലി ഉള്ള കാൻഡിലിവർ റീറ്റെയിനിങ് വാളില് ഓരോ കമ്പോണൻസിൽ വരുന്ന ബെൻഡിങ് മൊമെന്റിനേക്കാളും ഷിയർ ഫോഴ്സിനേക്കാളും എത്രയോ കുറവായിരിക്കും ഇത് കണ്ടിന്യൂസ് സ്ലാബിന്റെ എഫക്റ്റ് ഇവിടെ വരുന്നതുകൊണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രം, അതായത് ഈ ഒരു പോർഷൻ മാത്രം, ഈ ടോ സ്ലാബിന്റെ ഈ ഒരു പോർഷൻ മാത്രം റീറ്റെയിനിങ് വാള്, അതായത് കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ വരുന്ന പോലെ ആ കാൻഡിലിവർ പോർഷൻ ആക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു പോർഷൻ ആക്ട് ചെയ്യുന്നത്. എന്നാൽ സ്റ്റെമ്മും അതുപോലെ തന്നെ ഹീൽ സ്ലാബും കണ്ടിന്യൂസ് സ്ലാബിന്റെ എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. In these walls, counterforts are provided at some suitable interval along the length of the wall on the backfill side as shown in the figure. These counterforts are concealed in the backfill and tie the vertical stem and heel slab. Counterfort concealed ആണ്. ബാക്ക്ഫില്ലിൽ കൺസീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഫുള്ള് മണ്ണ് മൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു പോർഷൻ കൗണ്ടർ ഫോർട്സ് എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിൽ വരുന്ന പോർഷൻ, അതുകൊണ്ടാണ് കൺസീൽഡ് എന്ന് പറയുന്നത്. Okay, the weight, these counterforts are concealed in the backfill and tie the vertical stem and heel slab together. അതായത് വെർട്ടിക്കൽ സ്റ്റെമ്മിനെയും അതായത് വെർട്ടിക്കലി ഉള്ള സ്ലാബിനെയും ഹീൽ സ്ലാബിനെയും ടൈ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് കൗണ്ടർ ഫോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ദ സ്റ്റെം ആൻഡ് ദ ഹീൽ ഡു നോട്ട് ആക്ട് ആസ് എ കാൻഡിലിവർ സ്ലാബ് ബട്ട് ആസ് എ കണ്ടിന്യൂസ് സ്ലാബ് ബിക്കോസ് ഓഫ് ദ കൗണ്ടർ ഫോർട്ട് സപ്പോർട്ട്. അപ്പൊ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളില് സ്റ്റെമ്മും ഹീലും കാൻഡിലിവർ സ്ലാബ് പോലെയല്ല ആക്ട് ചെയ്യുന്നത്, കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ടാണ്. കാരണം കൗണ്ടർ ഫോർട്സ് എന്തായിട്ട് ആക്ട് ചെയ്യും? സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യും. ദിസ് റിസൾട്ട്സ് ഇൻ ദ റിഡക്ഷൻ ഇൻ ദ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. അപ്പം ഇതൊരു കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സ്ലാബ്സിൽ വരുന്ന ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൽ അത്ര പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് 6 മീറ്ററിൽ കൂടുതൽ വരുമ്പോൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ അൺഎക്കണോമിക്കലായി മാറുന്നതും ആ സ്ഥാനത്ത് നമുക്ക് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ കൊടുക്കാനായിട്ട് പറ്റുന്നതും. കാരണം ഇത് എക്കണോമിക്കൽ ആവുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ സ്ലാബ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലാബ് ആയിട്ട് മാറും കൗണ്ടർ ഫോർട്സ് വരുമ്പോൾ. ഓക്കെ, ദ വെയിറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ എർത്ത് റീറ്റെയിനിങ് ഓൺ ദ ഹീൽ സ്ലാബ് ടുഗദർ പ്രൊവൈഡ്സ് ദ സ്റ്റെബിലിറ്റി ടു ദ വാൾ. അപ്പൊ ഈ വാളിന് എന്തൊക്കെയാ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്? ഒന്ന്, ഈ റീറ്റെയിനിങ് വാളിന്റെ വെയിറ്റ്. ഓക്കെ, ഈ അതായത് കൗണ്ടർ ഫോർട്ടും അതുപോലെ തന്നെ സ്റ്റെമ്മും ബേസ് സ്ലാബ് എല്ലാം കൂടി വരുന്ന ആ റീറ്റെയിനിങ് വാളിന്റെ വെയിറ്റും അതുപോലെ തന്നെ ഹീൽ സ്ലാബിൽ വരുന്ന ബാക്ക് ഫില്ലും, അതായത് ഇവിടെ ബാക്ക് ഫില്ല് വരുന്നുണ്ട്, അതിന്റെ വെയിറ്റും ആണ് ഇതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഹീൽ സ്ലാബിലാണ് ആ ബാക്ക് ഫില്ല് വരുന്നത്. അപ്പോൾ ഈ സോയിലും ഇതിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ഫോർട്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, കൗണ്ടർ ഫോർട്സ് എന്ന് പറയുന്നത് ഹീൽ സ്ലാബിനെയും അതുപോലെ തന്നെ സ്റ്റെമ്മിനെയും കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റെമ്മും അതുപോലെ തന്നെ ഹീൽ സ്ലാബും കണ്ടിന്യൂസ് സ്ലാബിന്റെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്, കാൻഡിലിവർ പോലെയല്ല. ഓക്കെ, അപ്പൊ ഇത് എന്ത് ടൈപ്പ് ആയിരിക്കും ഈ കൗണ്ടർ ഫോർട്സ് വരിക എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ ബാക്ക് ഫീൽഡിന്റെ ഫോഴ്സ് ഇവിടുന്ന് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഈ ഒരു ഫിഗർ പ്രകാരം ആക്ട് ചെയ്യുക അല്ലെ, പ്രഷർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുക. അപ്പം ഇതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മിനെയും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഹീൽ സ്ലാബിനെയും വേർപെടുത്തുന്ന രീതിയിലായിരിക്കും. അതായത് സോയിൽ പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, അപ്പൊ ഈ ഒരു കൗണ്ടർ ഫോർട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഈ കൗണ്ടർ ഫോർട്ടിൽ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത്, അതായത് സ്റ്റെമ്മും അതുപോലെ തന്നെ ഈ ഹീൽ സ്ലാബും സെപ്പറേറ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കൗണ്ടർ ഫോർട്ടിൽ ഉണ്ടാവുന്ന എഫക്ട് എന്ന് പറയുന്നത് ടെൻസൈൽ ആയിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കൗണ്ടർ ഫോർട്ടിലേക്ക് ടെൻസൈൽ ആയിട്ടാണ്. കാരണം ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു, അപ്പം ഈ സ്റ്റെം ഇങ്ങോട്ടേക്ക് പോകാനാണ് ടെൻഡൻസി ഉണ്ടാവുക. അതുപോലെ ഇവിടെ ഈ പോർഷനിൽ
ഇത് താഴോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, അതിന്റെ വെയിറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന കൗണ്ടർ ഫോഴ്സിലും ടെൻഷൻ ആണ്, അതായത് സെപ്പറേറ്റഡ് ആവുന്ന രീതിയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പൊ കൗണ്ടർ ഫോഴ്സിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, the weight of the retaining wall and the weight of the earth retaining on the heel slab together provide stability to the wall. ഓക്കെ, അപ്പൊ അതാണ് ഫിഗർ. ഇനി നാലാമത്തെ ടൈപ്പ് റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത് ബട്ട്രസ് റീറ്റൈനിങ് വാൾ. ഓക്കെ, ബട്ട്രസ് റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത് കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാൾ തന്നെയാണ്, അതായത് അതുപോലെ തന്നെയാണ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് കൗണ്ടർ ഫോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹീൽ സ്ലാബിനെയും അതുപോലെ തന്നെ സ്റ്റെമ്മിനെയും കണക്ട് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ ബട്ടർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോയിനെയും അതുപോലെ തന്നെ സ്റ്റെമ്മിനെയും കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതാണ് വ്യത്യാസം. കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാൾ പോലെ തന്നെയാണ്, എന്നാൽ കണക്ഷൻ, അതായത് ഈ ബട്ടർസ് കണക്ട് ചെയ്യുന്നത് അതായത് ബേസ് സ്ലാബ്, ദാറ്റ് മീൻസ് ടോ സ്ലാബിനെയും സ്റ്റെമ്മിനെയാണ്. ഓക്കെ, ടോ സ്ലാബിനെയും സ്റ്റെമ്മിനെയാണ്. ഇവിടെ കൗണ്ടർ ഫോർട്ടിൽ കണക്ട് ചെയ്യുന്നത് ഹീൽ സ്ലാബിനെയും സ്റ്റെമ്മിനെയും ആണെങ്കിൽ ഇതാണ് ടോ സ്ലാബ്. ടോ സ്ലാബിനെയും അതുപോലെ തന്നെ സ്റ്റെമ്മിനെയും കണക്ട് ചെയ്തിട്ടായിരിക്കും ബട്ടർസ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ബട്ടർസ് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ബാക്ക് ഫില്ല് വരുന്നത് ഈ പോർഷനിലാണ് അല്ലെ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കും, നമുക്ക് ഈ കാണാൻ പറ്റുന്ന പോർഷൻ ആയത് അല്ലെ, സോയിൽ ഇതുവരെ ഉള്ളൂ, ബാക്കിയുള്ള പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ബട്ടർസ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കൗണ്ടർ ഫോർട്ട് മണ്ണിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ബട്ടർസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ടോ സ്ലാബിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കും. ഓക്കെ, എ ബട്ടർസ് റീറ്റൈനിങ് വാൾ ഈസ് സിമിലർ ടു ദ കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാൾ ആസ് ഷോൺ ഇൻ ഫിഗർ, ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ ബട്ടർസ് റീറ്റൈനിങ് വാൾ the counter force called as buttresses are provided on the opposite side of the back wall. അപ്പം റീറ്റൈനിങ് വാളുമായിട്ട് സിമിലർ ആണ്. ഓക്കെ, എന്നാൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബട്ടർസ് റീറ്റൈനിങ് വാളിൽ കൗണ്ടർ ഫോഴ്സ് കോൾഡ് ബട്ടർസ്, അതായത് ബട്ടർസ് റീറ്റൈനിങ് വാളിൽ കൗണ്ടർ ഫോഴ്സിന് ബട്ടർസ് എന്നാണ് പറയാ. സെയിം ആണ്, രണ്ടിന്റെ ഫംഗ്ഷൻ സെയിം ആണ്. എന്നാൽ കൗണ്ടർ ഫോഴ്സ് കണക്ട് ചെയ്യുന്നത് ഹീൽ സ്ലാബിനെയും അതുപോലെ സ്റ്റെമ്മിനെയും ആണെങ്കിൽ ബട്ടർസ് കണക്ട് ചെയ്യുന്നത് സ്റ്റെമ്മിനെയും ടോ സ്ലാബിനെയും ആയിരിക്കും. ഓക്കെ, ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ ബട്ടർസ് റീറ്റൈനിങ് വാൾ ദ കൗണ്ടർ ഫോഴ്സ് കോൾഡ് ആസ് ബട്ടർസസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബാക്ക് ഫിൽ. ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും, ബാക്ക് ഫില്ലിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ബട്ടർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദീസ് ബട്ടർസസ് ടൈ ദ സ്റ്റെം ആൻഡ് ദ ടോ സ്ലാബ് ടുഗദർ. അപ്പൊ സ്റ്റെമ്മിനെയും അതുപോലെ ടോ സ്ലാബിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ബട്ടർസ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ദീസ് ബട്ടർസസ് ആർ ഡിസൈൻഡ് ആസ് കംപ്രഷൻ മെമ്പർ ആൻഡ് hence economical but still not preferred. അപ്പൊ ഇത് കംപ്രഷൻ ആണ് ഈ ബട്ടർസിൽ വരുന്നത്. ഇതാണ് ബട്ടർസ് റീറ്റൈനിങ് വാളിന്റെ ഫിഗർ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ബാക്ക് ഫില്ല് വരുന്ന പോർഷൻ നമ്മൾ കൗണ്ടർ ഫോർട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഈ സൈഡിലാണ്, എന്നാൽ ബട്ടർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. അതായത് ടോയിനെയും അതുപോലെ സ്റ്റെമ്മിനെയും കണക്ട് ചെയ്തിട്ടാണ് ബട്ടർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ പ്ലാൻ ആണ്. അപ്പം നേരത്തെ പോലെ തന്നെ കൗണ്ടർ ഫോർട്ട് ഇപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ സ്പേസിംഗിൽ നമ്മൾ ബട്ടർസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു ബട്ടർസിൽ ഏത് ടൈപ്പ് ഫോഴ്സാ വരിക നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കംപ്രസീവ് ആണ്. കാരണം ഈ ബാക്ക് ഫില്ല് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്, അതായത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഈ ഒരു ഫിഗർ പ്രകാരം ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിരിക്കും. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബട്ടർസിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഫോഴ്സസ് ആയിരിക്കും അല്ലെ. ഇത് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു, അപ്പൊ ഇവിടെ നിന്നുള്ള പ്രഷർ മേലോട്ടേക്കായിരിക്കും. ഓക്കെ, കാരണം ഇവിടെയുള്ള പോലെ അത്ര ബാക്ക് ഫില്ല് വരുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിലുള്ള എഫക്ട് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുമ്പോൾ കംപ്രഷൻ ആയിരിക്കും ഈ ബട്ടർസിൽ വരിക. ഓക്കെ, നേരത്തെ കൗണ്ടർ ഫോർട്ടിൽ ഇതിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, ബാക്ക് ഫില്ലിന്റെ വെയിറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു എഫക്ട് ആയിരിക്കും ഈ ബാക്ക് ഫില്ലിന് ഉണ്ടാവുക. ഓക്കെ, ബാക്ക് ഫില്ല് കാരണം ഉണ്ടാവുക. അപ്പം ഈ കൗണ്ടർ ഫോർട്ടിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്ന ടെൻസൈൽ പ്രഷർ ആണെങ്കിൽ, ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ, ഇവിടെ ബട്ടർസിൽ വരുന്ന എഫക്ട് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിരിക്കും. അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ബട്ടർസിൽ വരുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യില്ല, ബട്ടർസ് റീറ്റൈനിങ് വാൾ നമ്മൾ പ്രാക്ടിക്കലി പ്രിഫർ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു നമ്മൾ കാണുന്ന സ്ഥലത്താണ് വരിക എന്നുള്ളത്. അപ്പം നമുക്ക് കാണുന്ന ആ ഒരു പോർഷനിൽ ഇത്രയും സ്പേസ് നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. കാരണം ഇത്രയും സ്പേസ് നമുക്ക് വേസ്റ്റ് ആണ്, കാരണം വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ കൗണ്ടർ ഫോർട്ട് ആണെങ്കിൽ കൗണ്ടർ ഫോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കൗണ്ടർ ഫോർട്സ് മണ്ണിന്റെ അടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ സൈഡ് ഫ്രീ ആയിരിക്കും,
അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബട്ടർസും രണ്ടിന്റെയും അതായത് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിനെ വെച്ചിട്ട് ബട്ടർസ് റീറ്റെയിനിങ് വാളാണ് എക്കണോമിക്കൽ. കാരണം ഈ ബട്ടർസിൽ കംപ്രഷൻ ആണ് വരുന്നത്. കംപ്രഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് വളരെ കുറവ് കൊടുത്താൽ മതി കൗണ്ടർ ഫോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ നമ്മൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്പേസിന്റെ ഒരു എഫക്ട് ഉണ്ടാവും. സ്പേസിന് അതായത് ഈ കാണുന്ന സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഇത്രയും ഈ ബട്ടർസ് വരുന്ന ആ ഒരു പോർഷനിലുള്ള പോർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസ് വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആണ് പ്രിഫർ ചെയ്യുന്നത്. ദീസ് ബട്ടർസസ് ആർ ഡിസൈൻഡ് ആസ് കംപ്രഷൻ മെമ്പേഴ്സ് ആൻഡ് ഹാസ് എക്കണോമിക്കൽ ആൻഡ് ഹെൻസ് എക്കണോമിക്കൽ ബട്ട് സ്റ്റിൽ നോട്ട് പ്രിഫേർഡ്. അപ്പൊ എക്കണോമിക്കൽ ആണ്, എന്നാൽ നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല. കംപ്രഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യാത്തത്? ഇറ്റ് ഈസ് ബിക്കോസ് കൗണ്ടർ ഫോർട്സ് ആർ കൺസീൽഡ് ബട്ട് ബട്ടർസസ് ആർ വിസിബിൾ and they occupy the space in front of the wall which could have been used for some other purpose. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് വേസ്റ്റ് ആയി പോവാ ശരിക്കും ബട്ടർസ് റീറ്റെയിനിങ് വാളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആണ് പ്രിഫർ ചെയ്യുന്നത്, അത് എക്കണോമിക്കൽ അല്ലെങ്കിൽ കൂടി. ഓക്കെ, കാരണം ടെൻഷൻ വരുന്നതുകൊണ്ട് നമ്മൾ കൗണ്ടർ ഫോർട്സിന്റെ ഡിസൈനിൽ കൂടുതൽ ഫോഴ്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് ഒരു ബീം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം കൗണ്ടർ ഫോഴ്സിനെ, അതായത് രണ്ട് സ്ലാബ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ടെൻഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റീഇൻഫോഴ്സ്മെന്റ്സ് കൗണ്ടർ ഫോഴ്സിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് അൺഎക്കണോമിക്കൽ ആവും ബട്ടർസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ എന്നിരുന്നാലും നമ്മൾ ബട്ടർസ് പ്രിഫർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് സ്പേസിന്റെ ഒരു നഷ്ടം ബട്ടർസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവും. കാരണം കൗണ്ടർ ഫോഴ്സ് ബാക്ക്ഫില്ലിന്റെ അടിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് വിസിബിൾ അല്ല. എന്നാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതായി പോകും കൗണ്ടർ ബട്ടർസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഈ ഒരു നോട്ട്, നമ്മൾ ഈ ഏത് ടൈപ്പ് റീറ്റെയിനിങ് വാൾ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വീപ്പ് ഹോൾസ് കൊടുക്കണം. വീപ്പ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോയിൽസ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് റീറ്റെയിനിങ് വാൾ കൊടുക്കുക. അപ്പോൾ ഇപ്പൊ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ഈ മണ്ണിൽ നനവ് വരാം, ഈർപ്പം വരാം, അല്ലെങ്കിൽ ഫുള്ളി സബ്മേർജ്ഡ് ആവാം. ഓക്കെ, അതായത് അതിന്റെ പോസ് എല്ലാം വാട്ടർ ആയിട്ട് നിറഞ്ഞിട്ട് സബ്മേർജ് കണ്ടീഷനിൽ വരാം. അപ്പൊ ഈ സോയിലിന്റെ നോർമലി എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ ഈ വാട്ടർ വന്ന് നിറഞ്ഞിട്ട് വാട്ടറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറും ഈ ഒരു റീറ്റെയിനിങ് വാളിലേക്ക് വരാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഈ റീറ്റെയിനിങ് വാളിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വോള് തള്ളിപ്പോവാം, അതായത് ആ വോള് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ആ വെള്ളം ഒഴുകി പോകാൻ പാകത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, റീറ്റെയിനിങ് വാൾസിലൊക്കെ ഹോൾസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വയനാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, ചോരത്തിന്റെ സൈഡിലൊക്കെ ആ മണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്നത് റീറ്റെയിനിങ് വാൾസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പം അവിടെയൊക്കെ നമുക്ക് കാണാം വീപ്പ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ആ വെള്ളം മണ്ണിൽ വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അക്യുമുലേഷൻ ഓഫ് റെയിൻ വാട്ടർ ഇൻ ദ ബാക്ക്ഫിൽ റിസൾട്ട്സ് ഇൻ ഇറ്റ് സാച്ചുറേഷൻ. ഓക്കെ, അതായത് റെയിൻഫോൾ വരുമ്പം ആ സോയിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിലാവാം. ആൻഡ് ദസ് എ കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ദ എർത്ത് പ്രഷർ ആക്ടിങ് ഓൺ ദ വാൾ. അപ്പം നോർമലി ഉള്ള ഡ്രൈഡ് കണ്ടീഷനിൽ വരുന്ന എർത്ത് പ്രഷറിനേക്കാളും കൂടുതൽ ഈ വാട്ടറും കൂടി വരുമ്പോൾ പ്രഷർ വരും. ദിസ് മേ റിസൾട്ട് ഇൻ അൺസ്റ്റേബിൾ കണ്ടീഷൻസ്. ഓക്കെ, അപ്പം ഇതിനെ അൺസ്റ്റേബിൾ ആക്കി മാറ്റാം റീറ്റെയിനിങ് വാളിന്, അവിടെ ഫെയിലർ വരാം ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് there are two ways of draining this rain water. ഒന്ന് ബൈ പ്രൊവൈഡിങ് വീപ്പ് ഹോൾസ് ഇൻ ദ വാൾ. വീപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഈ റീറ്റെയിനിങ് വാളിന്റെ ഇടയ്ക്ക് നമ്മൾ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തത് ബൈ പ്രൊവൈഡിങ് പെർഫറേറ്റഡ് ഡ്രെയിൻ പൈപ്പ് വിത്ത് ഫിൽറ്റർ. അതായത് ഈ ഡയറക്റ്റ് ഹോൾ കൊടുക്കുന്നതിന് പകരം അതിന്റെ അകത്തേക്ക് പൈപ്പ് ഇട്ടിട്ട്, ഓക്കെ, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പൈപ്പ് ഇട്ടിട്ട് അവിടെ വെള്ളം ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഫിൽറ്ററൊക്കെ വെച്ച് അടച്ച് വേറെ ഒന്നും കയറി ബ്ലോക്ക് ആവാത്ത രീതിയിൽ പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സജ്ജീകരണം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഡ്രെയിൻ പൈപ്പ് ഇടും, അത് നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ച് വെള്ളം മാത്രം വരുന്ന രീതിയിൽ പോകുന്ന രീതിയിലേക്ക് നമ്മൾ സജ്ജീകരിക്കും. ഓക്കെ, ഒന്ന് ആ റീറ്റെയിനിങ് വാളിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഹോൾസ് ഇട്ട് പോകുന്നതാണ് വീപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. ഇപ്പം പൈപ്പ് ഇട്ടിട്ട് വീപ്പ് ഹോൾസ് പോലെ ആക്ട് ചെയ്യിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് പെർഫറേറ്റഡ് ഡ്രെയിൻ പൈപ്പ് വിത്ത് ഫിൽറ്റർ. ഓക്കെ, ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോയിലിന്റെ അകത്ത് വരുന്ന ആ വാട്ടറിനെ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് പറ്റും. വീപ്പ് ഹോൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 10 cm ഡയമീറ്റർ ആൻഡ് ഷുഡ് ബി അഡക്വേറ്റ്ലി സ്പേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബാക്ക്ഫിൽ. അപ്പം ഈ വീപ്പ് ഹോൾസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ചുരുങ്ങിയത് 10 cm എങ്കിലും ഉണ്ടായിരിക്കണം. അത് പ്രോപ്പർ ആയിട്ടുള്ള സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് വീപ്പ് ഹോൾസിന്റെ കേസ്. നിങ്ങൾക്ക് കാണാം, ഇതിപ്പം
വീപ്പ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ വരുന്ന സോയിലിൽ വരുന്ന വാട്ടറിനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ. ഓക്കെ, അതൊക്കെ ഈ സോയിലിൽ വരുന്ന വാട്ടറിനെ റിലീസ് ചെയ്യാനാണ്, പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,